BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ആലുവ പെരുമ്പാവൂർ ദേശസാത്കൃത റോഡിൽ ജനങ്ങൾക്ക് സാഹസിക യാത്ര ഒരുക്കി ജലജീവൻ മിഷൻ. റോഡിൽ ദുരിതയാത്ര തുടങ്ങിയിട്ട് മാസങ്ങളായി. ജലജീവൻ മിഷൻ പദ്ധതിക്കായി മാസങ്ങളായി നടക്കുന്ന പ്രവൃത്തിക്കായി റോഡിൽ മെറ്റൽ നിരത്തിയതാണ് ജനങ്ങൾക്ക് ദുരിതമാകുന്നത്. പദ്ധതിക്കായി ചാലക്കൽ പകലോമറ്റം മുതൽ തോട്ടുമുഖം വരെയാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി റോഡിന് ഇരുവശവും കുഴിച്ചുള്ള പൈപ്പിടൽ ജോലികൾ പൂർത്തിയായി. എന്നാൽ അനുബന്ധ ജോലികൾ നടക്കുന്നതേയുള്ളൂ. ഇതാകട്ടെ ഉച്ചയും വേഗത്തിലാണ് നടക്കുന്നത്. പൈപ്പിടുന്നതിന് വേണ്ടി താഴ്ത്തിയ ചാലക്കൽ പകലോമറ്റം മുതലുള്ള ഭാഗത്തെ റോഡിനിരുവശവും വലിയ മെറ്റൽ കഷ്ണങ്ങൾ പാകിയിട്ടുണ്ട്. ഇത് ഉറപ്പിക്കുന്നതിന് പേരിന് റോളർ ഉപയോഗിച്ചെങ്കിലും ചാലക്കൽ മുതൽ തോട്ടുമുഖം വരെയുള്ള ഭാഗങ്ങളിൽ റോഡിനിരുവശവും മെറ്റലുകൾ നിരന്നു കിടക്കുകയാണ്. ഈ മെറ്റൽ കഷ്ണങ്ങളിൽ കൂടി വേണം ആളുകൾക്ക് യാത്ര ചെയ്യാൻ. പലപ്പോഴും അപകടങ്ങൾ പതിവായിട്ടുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. ടാറിംഗ് ഭാഗം കഴിഞ്ഞുള്ള റോഡിനിരുവശങ്ങളിലേക്കും വാഹനങ്ങൾ ഒതുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അതിനാൽ വാഹനങ്ങൾ തിങ്ങി നിറങ്ങി പോകേണ്ട അവസ്ഥയാണ്. റോഡിൽ പലയിടങ്ങളിലും കുറുകെയായി കുഴികൾ കുഴിച്ചിട്ടുണ്ട്. ഇതിൽ ചാടിയുള്ള അപകടങ്ങളും പതിവായിട്ടുണ്ട്. പൈപ്പിടുന്നതിന്റെ അനുബന്ധ പ്രവൃത്തികൾക്കായി കുഴിച്ച ഭാഗങ്ങളിൽ 5-6 പ്രാവശ്യമാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം ഗതാഗത തടസ്സവും പതിവാണ്. റോഡിലെ പ്രശ്നങ്ങൾക്കെതിരെ പലതവണ പരാതികൾ നൽകിയിരുന്നു. ദുരിതയാത്ര അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട പൗരാവകാശ സംരക്ഷണ സമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഏറ്റവും തിരക്കുള്ള റോഡിലെ അവസ്ഥ കണ്ടില്ലെന്ന മട്ടിലാണ് അധികൃതർ. കാലവർഷം ആരംഭിക്കുന്നതിനും സ്കൂൾ തുറക്കുന്നതിനും 1 മാസം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും ജലജീവൻ മിഷൻ പദ്ധതി പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഇത് എന്ന് പൂർത്തിയാകുമെന്ന് പറയാൻ ഉദ്യോഗസ്ഥർക്കാവുന്നില്ല. മാസങ്ങൾക്ക് മുൻപ് പൂർത്തിയാവേണ്ട ആലുവ പെരുമ്പാവൂർ റോഡിലെ ടാറിങ്ങും ഇതുമൂലം വൈകുകയാണ്. കാലവർഷം ആരംഭിക്കുന്നതോടെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ടാറിംഗ് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുന്നത്. റോഡ് തകർന്നത് മൂലം മാറമ്പള്ളി സ്വദേശിയുടെ മരണത്തിന് വരെ ഇടയായ ചാലക്കൽ ആലുവ ഭാഗത്തെ ടാറിംഗ് ജോലികൾ കാലവർഷം മൂലം ചെയ്യാൻ പറ്റാതെ വരും. നിലവിൽ പെരുമ്പാവൂർ മുതൽ പകലോമറ്റം വരെയാണ് ടാറിംഗ് പൂർത്തിയായത്. പകലോമറ്റം മുതൽ ആലുവ വരെ ഇനി ടാറിംഗ് നടക്കേണ്ടതുണ്ട്. ജലജീവൻ മിഷൻ പ്രവർത്തികൾ വൈകുന്നത് മൂലം ഇരുഭാഗത്ത് ടാറിംഗും വൈകുകയാണ്. സർവീസ് തുടങ്ങിയ 1 വർഷം പിന്നിടുമ്പോൾ കൊച്ചി വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ച യാത്രക്കാരുടെ എണ്ണം 20 ലക്ഷമായി ഉയർന്നു. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയാകർഷിച്ച കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏപ്രിൽ 25-ന് 1 വർഷം തികഞ്ഞിരുന്നു. സർവീസ് ആരംഭിച്ച 6 മാസത്തിനിടെ ഒക്ടോബർ 16-നാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തവരുടെ എണ്ണം 10 ലക്ഷം പിന്നിട്ടത്. വീണ്ടും 6 മാസത്തിനകം 10 ലക്ഷം യാത്രക്കാരെ കൂടി വാട്ടർ മെട്രോയിൽ എത്തിച്ച 2 ദശലക്ഷം യാത്രക്കാർ എന്ന നേട്ടം കൈവരിക്കാൻ സാധിച്ചിരിക്കുകയാണ്. 14 ബോട്ടുകളുമായി 5 റൂട്ടുകളിലാണ് നിലവിൽ സർവീസ് ഉള്ളത്. ഹൈക്കോർട്ട് ജംഗ്ഷൻ, ഫോർട്ട് കൊച്ചി, ഹൈക്കോർട്ട് ജംഗ്ഷൻ വൈപ്പിൻ, ഹൈക്കോർട്ട് ജംഗ്ഷൻ ബോൾഗാട്ടി വഴി സൗത്ത് ചിറ്റൂർ, സൗത്ത് ചിറ്റൂരിൽ നിന്ന് ഏലൂർ വഴി ചേരാനല്ലൂർ, വൈറ്റ്ല, കാക്കനാട് എന്നിവയാണ് റൂട്ടുകൾ. കുമ്പളം, പാലിയം തുരുത്ത്, വെല്ലിംഗ്ടൺ ഐലാൻഡ്, കടമക്കുടി, മട്ടാഞ്ചേരി ടെർമിനലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ഈ റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇതിനു മുന്നോടിയായി സെപ്റ്റംബറോടെ 5 ബോട്ടുകൾ കൂടി നൽകാമെന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് അറിയിച്ചു. ബോട്ട് യാത്രയ്ക്കായുള്ള മിനിമം ടിക്കറ്റ് നിരക്ക് 20 രൂപയാണ്. സ്ഥിരം യാത്രികർക്കായി നിരക്കിൽ ഇളവുകളോടെ പ്രതിമാസ പാസുകളുമുണ്ട്. കൊച്ചി വൺകാർഡ് ഉപയോഗിച്ച് കൊച്ചി മെട്രോ റെയിലിലും കൊച്ചി വാട്ടർ മെട്രോയിലും യാത്ര ചെയ്യാനാകും. പദ്ധതി പൂർത്തിയാക്കുമ്പോൾ 10 ദ്വീപുകളിലായി 38 ടെർമിനലുകൾ ബന്ധിപ്പിച്ച് 78 വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. വേണാട് എക്സ്പ്രസിന്റെ എറണാകുളം സബ് സ്റ്റേഷൻ വഴിയുള്ള യാത്ര ഒഴിവാക്കാൻ റെയിൽവേ തീരുമാനിച്ചതോടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ മെമു സർവീസ് എന്ന ആവശ്യം ശക്തമാക്കി യാത്രക്കാർ. എറണാകുളം കോട്ടയം പാതയിൽ രാവിലെയും വൈകിട്ടും വൻ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ ട്രെയിനുകൾ വളരെ അത്യാവശ്യമാണ്. തിരുവനന്തപുരം ഷൊർണൂർ പാതയിൽ രാവിലെയും തിരികെ വൈകിട്ടും കോട്ടയം വഴി സർവീസ് നടത്തുന്ന വേണാട് എക്സ്പ്രസ് എറണാകുളം സൗത്ത്, നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളിലെത്തിയാണ് യാത്ര തുടർന്നിരുന്നത്. എന്നാൽ മെയ് 1 മുതൽ സൗത്ത് ഒഴിവാക്കി നോർത്ത് തൃപ്പൂണിത്തുറ പാതയിൽ നേരിട്ട് സർവീസ് നടത്തുമെന്ന്
ഉണ്ടാകുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. സൗത്ത് സ്റ്റേഷനിലെ നവീകരണ ജോലികളാണ് ഇതിനൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടെ എറണാകുളം നോർത്ത് ഷൊർണൂർ റൂട്ടിൽ നിലവിലെ സമയത്തേക്കാൾ അരമണിക്കൂറോളം മുൻപേ വേണാട് ഓടിയെത്തും. എറണാകുളം നോർത്ത് തിരുവനന്തപുരം റൂട്ടിൽ 15 മിനിറ്റോളം നേരത്തെ എത്തും. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തേണ്ട നിരവധി യാത്രക്കാർ വേണാടിനെ ആശ്രയിക്കുന്നുണ്ട്. സമയമാറ്റം ജോലി സമയത്ത് കൃത്യസമയത്ത് എത്തുന്നത് ബാധിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. മെട്രോയടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ സജീവമായ സാഹചര്യത്തിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കില്ലെന്നാണ് അധികൃതരുടെ ഭാഷ്യം. അതേസമയം കോട്ടയം എറണാകുളം പാതയിൽ അതികഠിനമായ ട്രെയിൻ യാത്രാക്ലേശമാണ് അനുഭവപ്പെടുന്നത്. രാവിലെ എറണാകുളത്ത് സർവീസ് നടത്തുന്ന കൊല്ലം എറണാകുളം മെമു, തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ്, വേണാട് എക്സ്പ്രസ് എന്നിവയിൽ തിരക്ക് കാരണം കടുത്ത ദുരിതമാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. ഇതിന് പരിഹാരമായി പാലരുവി വേണാട് ട്രെയിനുകൾക്കിടയിൽ മെമു സർവീസ് ആരംഭിക്കണമെന്നാണ് ആവശ്യം. ഇരു ട്രെയിനുകൾക്കുമിടയിൽ 1.5 മണിക്കൂറിലേറെ ഇടവേളയുണ്ട്. ഇതിനിടയിൽ ഒരു പാസഞ്ചർ മെമു സർവീസ് വേണമെന്നുള്ള വർഷങ്ങളായുള്ള ആവശ്യമാണ്. വേണാടിന്റെ റൂട്ട് മാറ്റം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ ഇത് അത്യാവശ്യമാണെന്നും യാത്രക്കാർ പറയുന്നു. വേനൽ മഴ ചതിച്ചതോടെ എറണാകുളം ജില്ലയിൽ കിണറുകളിൽ ജലലഭ്യത കുറയുന്നു. കൊടുംവേനലിന് പുറമെ എല്ലാ വർഷവും ലഭിക്കുന്ന വേനൽ മഴയും കൈവിട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കിണറുകളിലടക്കം ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. ഇതുമൂലം താരതമ്യേന ജലക്ഷാമം കുറഞ്ഞ മേഖലകളിൽ പോലും ഇത്തവണ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമമടക്കം പ്രതിസന്ധി രൂക്ഷമാകുമെന്ന ആശങ്കയും ഉയർത്തിയിട്ടുണ്ട്. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിലായി വേനൽ മഴ ലഭിക്കുന്നതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാതെ പിടിച്ചു നിർത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ജില്ലയിൽ ഇതുവരെ കാര്യമായ മഴ പെയ്തില്ല. ഏതാനും പ്രദേശങ്ങളിൽ പേരിന് മാത്രമാണ് മഴ ലഭിച്ചത്. ഇതോടെയാണ് മിക്ക പ്രദേശങ്ങളിലും ജലക്ഷാമം രൂക്ഷമായത്. സാധാരണ കടുത്ത വേനലിൽ താഴ്ന്ന ജലനിരപ്പ് വേനൽ മഴയോടെ ബാലൻസ് ചെയ്യുകയും തൊട്ടുപിന്നാലെ കാലവർഷത്തിന്റെ വരവോടെ സമൃദ്ധമാവുകയും ചെയ്യുന്നതായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ ഇതെല്ലാം തന്നെ താളം തെറ്റി. ഇതിനു പുറമെ വേനൽ മഴയെ ആശ്രയിച്ച് കൃഷിഭൂമികൾ കേന്ദ്രീകരിച്ചും വീടുകൾ കേന്ദ്രീകരിച്ചും പെയ്തിരുന്ന മരച്ചീനി അടക്കമുള്ള മുഴുവൻ തനത് കൃഷികളും പ്രതിസന്ധിയിലായി. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം കുറയുന്നതിനും വിലവർദ്ധനവിനും ഇത് കാരണമാകുമെന്നും കർഷകരും വ്യാപാരികളും ചൂണ്ടിക്കാട്ടുന്നു. തിരക്കേറിയ ദേശീയപാത നോർത്ത് കളമശ്ശേരി ഭാഗത്ത് അപകടങ്ങൾ പതിവാകുന്നു. കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ മുതൽ പഴയ പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്തിരുന്ന ഭാഗം വരെയുള്ള പാതയിലാണ് അപകടങ്ങൾ പതിവായത്. 2021 ഇവിടെ ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ ചരക്ക് ലോറിയിൽ തട്ടി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് സ്ത്രീ മരണപ്പെട്ടിരുന്നു. 2022 ഡിസംബറിൽ മാതാവിനെ ജോലിസ്ഥലത്തെത്തിച്ച് മടങ്ങുകയായിരുന്ന യുവാവ് ബൈക്ക് ചരക്ക് ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു. 2023 മാർച്ചിൽ ആലുവ കിഴക്കേ കടങ്ങല്ലൂർ സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇന്ധന ടാങ്കർ ലോറി തട്ടി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ലോറിക്കടിയിൽപ്പെട്ട ഇരുവരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഈ സംഭവത്തിന്റെ ആവർത്തനമാണ് വ്യാഴാഴ്ച രാത്രിയുണ്ടായത്. ചരക്ക് ലോറിക്കടിയിൽപ്പെട്ട ചേർത്തല സ്വദേശിയായ ബൈക്ക് യാത്രികനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളെല്ലാം ഒരേ ദിശയിലാണ് വന്നിരുന്നത്. 4 വരി പാതയിൽ ആലുവ ഭാഗത്തേക്കുള്ള ഈ ഭാഗത്ത് വീതി കുറവുള്ളതും വളവും അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രാവിലെ മുതൽ പാത നിറഞ്ഞാണ് വാഹനങ്ങൾ നീങ്ങുന്നത്. ഇതിന്റെ ബുദ്ധിമുട്ട് TVS കവല വരെ അനുഭവപ്പെടുന്നുണ്ട്. ഇതിനിടയിലുള്ള 2 ഇടറോഡുകളിൽ നിന്ന് കയറി വരുന്ന വാഹനങ്ങളും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിന്റെ പ്രധാന കാരണം ഇതേ റോഡിൽ നിന്ന് കടന്നുവന്ന മറ്റൊരു വാഹനമാണെന്നും സംശയമുണ്ട്. പാതയിലേക്ക് മാർക്കറ്റ് റോഡിൽ നിന്നും കടന്നുവന്ന കാറിൽ തട്ടാതിരിക്കാൻ വെട്ടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ടതോടെ പിന്നാലെ വന്ന ചരക്ക് ലോറി തട്ടി മറിയുകയായിരുന്നു. യാത്രികർ ചരക്ക് ലോറിക്കടിയിലേക്ക് തെറിച്ചു വീണ് ലോറിയുടെ ചക്രം കയറി ഇറങ്ങിയാണ് തൽക്ഷണം മരിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.
BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.